നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും 4ാം തവണയും ശശി തരൂർ ജയിക്കുകയാണെങ്കിൽ തീർച്ചയായും സുപ്രധാന റോളായിരിക്കും അദ്ദേഹത്തിനെ കാത്തിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. AICC അധ്യക്ഷ സ്ഥാനത്തേക്ക് മല്ലികാർജ്ജുൻ ഖാർഗെക്കെതിരെ മത്സരിച്ച ഇന്ത്യയിലെ ഒരേ ഒരു നേതാവ്, കോൺഗ്രസ് നേതാവ് എന്ന രീതിയിൽ ശശി തരൂറിൻ്റെ പ്രാധാന്യം തീരെ ചെറുതല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഖാർഗെ തന്നെ പറഞ്ഞു, തരൂർ അനിഷേധ്യനായ നേതാവാണ്, വളരെയധികം ജനപിന്തുണയുള്ള നേതാവാണ്. തരൂറിനെ പോലുള്ളവർ കോൺഗ്രസിൽ ഉണ്ടാകേണ്ടത്, എക്കാലത്തും ഉണ്ടാകേണ്ടത്, കോൺഗ്രസിൻ്റെ കെട്ടുറപ്പിനെ സംരക്ഷിക്കേണ്ടതിൻ്റെ കാതലായ ഒരു പങ്ക് വഹിക്കുന്ന വ്യക്തി. അത്തരത്തിൽ നിരവധിയായ വിഷയങ്ങളിൽ അദ്ദേഹത്തിന് ഉണ്ടാകുന്ന ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് വളരെ പോസിറ്റീവാണ്. ഹീറ്റ് ക്യാമ്പയിനിങ് ഒരിക്കലും നടത്താത്ത ഒരു വ്യക്തി, എതിരാളികളോട് മോശമായി പെരുമാറാത്ത വ്യക്തി, ഇത്തരത്തിൽ നിരവധിയായ സ്വഭാവ സവിശേഷതകൾ ഉറപ്പിച്ച് മുന്നോട്ട് പോകുന്ന ഒരു നേതാവാണ് ഡോക്ടർ ശശി തരൂർ. ശശി തരൂർ നമുക്കറിയാം, അദ്ദേഹം കേന്ദ്രത്തിൽ മാനവ വിഭവശേഷി വകുപ്പ് സഹമന്ത്രിയായിട്ടുണ്ട്, അതുപോലെ തന്നെ വിദേശകാര്യ സഹമന്ത്രിയായിട്ടുണ്ട്. അങ്ങനെയൊക്കെ അദ്ദേഹത്തിൻ്റെതായ റോള് വളരെ ഭംഗിയായി തന്നെ നടത്തിയിട്ടുള്ളൊരു വ്യക്തിയാണ്. എന്നാൽ ഇക്കുറി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം വിജയിച്ചാൽ ഇന്ത്യ മുന്നണി അധികാരത്തിലേക്ക് വരുന്ന പക്ഷം വലിയ രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് കേന്ദ്രമന്ത്രി സ്ഥാനം, അതും സുപ്രധാന വകുപ്പ് നൽകാൻ തന്നെയായിരിക്കും തീരുമാനം എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഒരുപക്ഷെ AICC അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നതിൽ മറ്റൊരു പേര് ഡോക്ടർ ശശി തരൂറിൻ്റെ ആണ് എന്നുള്ളത് കൂടി എടുത്തു പറയേണ്ടതാണ്. ഖാർഗെ ഒഴിയുന്ന പക്ഷം ശശി തരൂറിൻ്റെ പേരും പരിഗണനയിൽ ഉണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. കാരണം സച്ചിൻ പൈലറ്റിനെ പോലെ തന്നെ ശശി തരൂറിൻ്റെ പേരും ഉയർന്നു കേൾക്കുന്നുണ്ട്. ഒന്നുകിൽ പൈലറ്റ് അല്ലെങ്കിൽ ശശി തരൂർ എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. AICC അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിക്കാൻ ഏറ്റവും യോഗ്യനായ നേതാവ് എന്ന രീതിയിലേക്ക് ശശി തരൂറിനെ ചിത്രീകരിക്കുന്നുണ്ട്. എന്നാൽ തരൂറിനെതിരെ പ്രാദേശികമായി കോൺഗ്രസിനുള്ളിൽ, പ്രത്യേകിച്ചും കേരളത്തിലുള്ള ചില നേതാക്കൾക്ക് വലിയ രീതിയിലുള്ള കണ്ണുകടി ഉണ്ട് എന്നുള്ള രാഷ്ട്രീയ സത്യം അവിടെ മറച്ചു വയ്ക്കാനാകുന്നില്ല. എന്നാൽ ശശി തരൂറിന് ഗ്രൂപ്പിസമില്ല, ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട ഒരു തർക്കവുമില്ല. അദ്ദേഹം എല്ലാ ഗ്രൂപ്പുകൾക്കും പ്രിയങ്കരനായി തന്നെ തുടരുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെയാണ് തിരുവനന്തപുരം പോലുള്ള ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിൽ അദ്ദേഹം വളരെയധികം കംഫോർട്ടബിളായി കഴിഞ്ഞ തവണയും ജയിച്ചു കയറിയത് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. അദ്ദേഹത്തിനെതിരെ ശത്രുക്കൾ പോലും ആരോപിക്കാത്ത നിരവധി കാര്യങ്ങളുമായി ഇടതുപക്ഷം അതിശക്തമായി മുന്നോട്ട് വരാൻ ശ്രമിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത്, ഞാൻ എൻ്റെ പ്രോഗ്രസ് റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടാണ് തിരുവനന്തപുരത്ത് സമർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത്, ഞാൻ ആർക്കെതിരെയും ഒരു പക്ഷപാത രാഷ്ട്രീയവും കളിക്കാൻ ശ്രമിച്ചിട്ടില്ല എന്നുള്ള കാര്യം ഉറപ്പിച്ച് പറഞ്ഞാണ് മുന്നോട്ട് പോകുന്നത്. ശശി തരൂറും സച്ചിൻ പൈലറ്റും ഒരു കാറിൽ ഇരുന്നു കൊണ്ട് സഞ്ചരിക്കുന്ന ഒരു വീഡിയോ, അതിൽ പൈലറ്റ് ഡ്രൈവർ സീറ്റിൽ ഇരുന്ന് മുന്നോട്ട് പോകുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഏറെ ഹിറ്റായ ഒരു കാര്യമാണ്. ഡ്രൈവർ സീറ്റിൽ ശശി തരൂർ എന്തുകൊണ്ട് ഇരിക്കുന്നില്ല എന്നുള്ള ചോദ്യമല്ല, ഡ്രൈവർ സീറ്റിൽ സച്ചിൻ പൈലറ്റ് ഇരിക്കുമ്പോൾ തരൂർ അവിടെ ഒരു ഗസ്റ്റായി കാറിനുള്ളിൽ ഇരിക്കുന്നത് ഒരു വലിയ പോസിറ്റീവ് ട്രെൻഡാണ് കാണിക്കുന്നത്. ഭാവിയിലെ കോൺഗ്രസിനെ നയിക്കാൻ കെൽപ്പുള്ള വ്യക്തി കൂടിയാണ് തരൂർ എന്നുള്ള ഒരു സന്ദേശം സോഷ്യൽ മീഡിയയിലൂടെ പടർന്നിരിക്കുന്നു എന്നുള്ളതും യാഥാർത്ഥ്യം തന്നെയാണ്.